സോയൂസ് MS-29 സഞ്ചരിച്ച മലയാളി കേണൽ അനിൽ മേനോൻ ആരാണ്? ലോകം മുഴുവൻ ഇപ്പോൾ ആ യാത്ര ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സോയൂസ് MS-29 സഞ്ചരിച്ച അദ്ദേഹം മലയാളിയാണ്. അദ്ദേഹത്തിൻ്റെ പൂർവികർ കേരളത്തിൽ അറിയപ്പെടുന്ന വിശിഷ്ട വ്യക്തികളായിരുന്നു. AICC അധ്യക്ഷനായി ഗാന്ധിജിയുടെ കാലഘട്ടത്തിൽ ഒറ്റപ്പാലം മങ്കരയിൽ ജനിച്ച ചേറ്റു ശങ്കരൻ നായരായിരുന്നു. സർ C ശങ്കരൻ നായർ എന്നാണ് അദ്ദേഹത്തിനെ അറിയപ്പെടുന്നത് തന്നെ. ബ്രിട്ടീഷ് ഭരണകാലത്ത് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലാണ് ഇന്ത്യയെ നിയന്ത്രിക്കുന്നത്. അതിൽ ഒരംഗമായിരുന്നു ചേറ്റു ശങ്കരൻ നായർ. അതിബുദ്ധിമാനും അതുപോലെ വളരെയധികം പ്രാവീണ്യവും കഴിവും വിദ്യാഭ്യാസവും ഉള്ള ചേറ്റു ശങ്കരൻ നായരെ പറ്റി നമുക്ക് കാര്യമായ വിവരങ്ങളും പലർക്കും അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ മകള് കിഴക്കേപ്പാട്ട് പാലാട്ടു മാധവി അമ്മയാണ്. മാധവി അമ്മയുടെ പ്രൊഫസർ MA കാണ്ടത്തിൻ്റെ മകൾ കല്യാണിക്കുട്ടി അമ്മയുടെ മകനാണ് അമേരിക്കയിൽ പോയ അനിൽ മേനോൻ്റെ പിതാവ്. അച്ഛൻ കിഴക്കേപ്പാട്ട് പാലാട്ട് ശങ്കരൻ മേനോൻ. അദ്ദേഹത്തിൻ്റെ മകനാണ് അനിൽ മേനോൻ, ഡോക്ടർ അനിൽ മേനോൻ അല്ലെങ്കിൽ കേണൽ അനിൽ മേനോൻ എന്നൊക്കെ നമുക്ക് പറയാം. അദ്ദേഹം അതിബുദ്ധിമാനാണ്. അദ്ദേഹം മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. അദ്ദേഹം ഡോക്ടറാണ്. അതുകൂടാതെ അദ്ദേഹം സ്പേസ് ഫോഴ്സിലെ എക്സ്പീരിയൻസ്ഡായ ഒരു പൈലറ്റാണ്. കേണൽ അനിൽ മേനോൻ ലോകത്ത് അറിയപ്പെടുന്നത് അങ്ങനെയാണ്. അദ്ദേഹം നേരത്തെ ഹിമാലയത്തിൻ്റെ അവിടെ ഭൂകമ്പമുണ്ടായ പ്രദേശം നേപ്പാളിലൊക്കെ അദ്ദേഹം വർക്ക് ചെയ്യാൻ വന്നു. അമേരിക്കൻ പട്ടാളത്തിൽ സേവനമടിച്ചു. അതോടൊപ്പം നല്ല ഒരു ഡോക്ടറും നല്ലൊരു എൻജിനീയറുമാണ്. അതുതന്നെയല്ല, അദ്ദേഹത്തിനെ ഇപ്പോൾ തിരഞ്ഞെടുക്കാൻ, ഇതിലേക്ക് സ്പെഷ്യലൈസ് ചെയ്ത് തിരഞ്ഞെടുക്കാൻ ഒരു കാരണം അദ്ദേഹത്തിൻ്റെ അതിശയകരമായ ബുദ്ധിശക്തി കൊണ്ട് തന്നെയാണ്. കാരണം സ്പേസിൽ നമുക്കറിയാം ഇനി ചാന്ദ്രയാനം നടത്താം. ചന്ദ്രനിലും ചൊവ്വയിലുമൊക്കെ മാസക്കണക്കിന് ആൾക്കാർ പോയി താമസിക്കുന്ന നിലവാരത്തിലേക്ക് കാര്യങ്ങൾ ശാസ്ത്രശാസ്ത്രം പുരോഗമിച്ച് കഴിഞ്ഞിരിക്കും. അന്നേരം നമുക്ക് ജലം വേണം. അവിടെ ജലമില്ല. അത്രയും ജലം ഇവിടുന്ന് കൊണ്ടുപോകാൻ കഴിയത്തുമില്ല. അത് തന്നെയല്ല, അങ്ങനെ പോകുന്ന ആൾക്കാർക്ക് ജലം ഉണ്ടെങ്കിൽ മാത്രമേ IV ഫ്ലൂയിഡുകൾ ശരീരത്തിലേക്ക് കയറ്റാൻ ഒക്കുള്ളൂ. രോഗമുണ്ടായാലും അവർക്ക് അവശത വന്നാലും ഇൻട്രാവീനിയസ് ഇഞ്ചക്ഷൻ വേണം. ഇൻട്രാവീനിയസ് ഇഞ്ചക്ഷന് ജലം വേണം. അപ്പോൾ അത് സ്പേസിലെ അന്തരീക്ഷത്തിലെ വെച്ചുണ്ടാക്കാൻ ഇവരെ യാത്രയിൽ അത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ? ഇവിടുന്ന് ഇപ്പോൾ അവർ ചെന്നിരിക്കുന്ന ആ സ്പേസ് ഷിപ്പിൽ 7 പേര് അവിടെ തന്നെ ഉണ്ട്. കൂടെ 3 പേരും കൂടെ ചെല്ലുകയാണ്. 10 പേരുണ്ടാവും. 10 പേർക്ക് ജലം വേണം. അവർക്കൊരു ഒരു അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇൻട്രാവീനസ് ഇഞ്ചക്ഷനേ പറ്റുള്ളൂ. കുത്തിവെക്കേണ്ടി വരും. അങ്ങനെ ആവശ്യമുള്ള 10 പേർക്കുള്ള മരുന്നൊന്നും കൊണ്ടുപോകാൻ ഇവിടെ കഴിയില്ല. അപ്പോൾ നമുക്ക് ഇൻട്രാവീനസ് ഇഞ്ചക്ഷനുള്ള സാധനം അവിടെ വെച്ച് മാനുഫാക്ചർ ചെയ്യേണ്ടി വരും. അങ്ങനെ വളരെയധികം പ്രതിസന്ധികൾ ഉള്ള കാര്യങ്ങളെപ്പറ്റി റിസർച്ച് ചെയ്യുന്നത് അനിൽ മേനോൻ തന്നെയാണ്. അദ്ദേഹം എൻജിനീയറാണ്. അദ്ദേഹം ഡോക്ടറാണ്. ഇതിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. IV ദ്രാവകം നിർമ്മിക്കുന്ന ഒരു സംവിധാനം ബഹിരാകാശത്ത് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം. അദ്ദേഹം ഒരു എമർജൻസി ആർക്കെങ്കിലും അസുഖം വന്ന ഒരു ഫിസിഷ്യനാണ്. അതുപോലെ ഫ്ലൈറ്റ് സർജനാണ്. ഇൻട്രാവീനസ് മെഡിക്കൽ ദ്രാവകങ്ങൾ അവിടെ മറ്റുള്ള ആ സഞ്ചാരികൾക്ക് ആർക്കെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അവരെ ട്രീറ്റ് ചെയ്യേണ്ടി വരും. അവരിട്ടിരിക്കുന്ന ആ സൂട്ടിനകത്ത് അത് ഇഞ്ചക്ഷൻ നടത്തേണ്ടി വരും. അങ്ങനെയുള്ള പരീക്ഷണങ്ങളാണ് ഇപ്പം അദ്ദേഹം നടത്താൻ അദ്ദേഹത്തിനെ നിയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിനകത്ത് കൂടെ പ്യോട്ടർ ഡുബ്രോവ് എന്ന് പറഞ്ഞ അദ്ദേഹമാണ് അതിൻ്റെ പൈലറ്റ്. കൂടെ അന്ന കിക്കിന എന്ന ഒരു സ്പേസിൻ്റെ ഒരു എക്സ്പെർട്ടും കൂടെ ഉണ്ട്. ഇവർ 3 പേരുമാണ് ഇനി 8 മാസത്തോളം അവിടെ സ്പേസ് ഷിപ്പിനകത്ത് കഴിഞ്ഞുകൂടും. 8 മാസം കഴിഞ്ഞ് അദ്ദേഹം
തിരിച്ചെത്തുകയുള്ളൂ. അത് ഏകദേശം 1977 ജൂലൈ മാസം അദ്ദേഹം അത് ഭൂമിയിലേക്ക് തിരിച്ചെത്തുകയുള്ളൂ. സോവിയറ്റ് യൂണിയനിലെ സല്യൂട്ട് 7 ബഹിരാകാശ നിലയത്തിൽ 1984 രാകേഷ് ശർമ്മ പോയ അന്ന് മുതൽ ഇന്ത്യക്കാർ പലരും സ്പേസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും മുന്തിയ ഒരു സയൻറ്റിസ്റ്റായ അനിൽ മേനോനാണ്. ഇനി സ്പേസിലേക്ക് പോകുന്നവരുടെ ശാരീരികമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ചില നടപടികൾ എടുക്കാനുള്ള പരീക്ഷണങ്ങളാണ് അദ്ദേഹം നടത്താറുള്ളത്. അതുകൊണ്ട് അനിൽ മേനോൻ്റെ യാത്ര ലോകത്തെ ശാസ്ത്രരംഗത്തും അതുപോലെ തന്നെ എൻജിനീയറിംഗ് രംഗത്തും വളരെ വിലപിടിപ്പുള്ള കാര്യങ്ങൾ ചെയ്യാനും അതിൻ്റെ റിസൾട്ട് അറിയാനും ഒക്കെ വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. ചേറ്റൂർ ശങ്കരൻ നായരുടെ കൊച്ചുമകൾ കല്യാണിക്കുട്ടി അമ്മയുടെ സഹോദരനാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പം ഗോവ വിട്ടുതരാനായിട്ട് വിദേശ ശക്തികൾ തയ്യാറായില്ല. ചേറ്റൂർ കല്യാണിക്കുട്ടി അമ്മയുടെ സഹോദരൻ ജനറൽ കാണ്ടത്താണ് ഗോവയെ അന്ന് വിമോചിച്ച് ഇന്ത്യയുടെ പക്ഷത്തേക്ക് ചേർത്തത്. അതും കാരണം ബുദ്ധിപരമായി നീങ്ങുന്ന അതിബുദ്ധിമാരമായ മലയാളികളുടെ വർഗത്തിൽപ്പെട്ടതാണ് ഈ ചേറ്റൂർ ഫാമിലിയും. അതുകൊണ്ടാണ് കേണൽ അനിൽ മേനോൻ്റെ ഈ യാത്രയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതും. അദ്ദേഹം ഏറ്റവും സങ്കീർണമായ ചില പരീക്ഷണങ്ങളാണ് സ്പേസിൽ നടത്തുന്നത്. അത് ഇനി നമുക്കെല്ലാവർക്കും ചന്ദ്രനിലും അതുപോലെ തന്നെ ചൊവ്വയിലും പോയി താമസിക്കുന്നതൊക്കെ മാസക്കണക്കിന് താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന ശാരീരികമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റിസർച്ച്, ഒരു ശ്രമമാണ് ഇപ്പോൾ കേണൽ അനിൽ മേനോൻ നടത്താൻ ഇപ്പോൾ സ്പേസിലേക്ക് പോയിരിക്കുന്ന കാര്യം നമ്മൾ മറക്കരുത്.